നമസ്കാരം, നമസ്തേ, അസ്സലാമു അലൈക്കും. ഞാൻ സൈബാണ്. ഐക്കൺസ് ഓഫ് ഇന്ത്യയുടെ ആദ്യത്തെ ഇന്റർവ്യൂയിലേക്ക് നമ്മളിവിടെ കൊണ്ടുവന്നിരിക്കുന്നത് മറ്റാരുമല്ല, ഇവിടെ മുഹ്സിൻ കോ എന്ന് പറഞ്ഞ കമ്പനിയുടെ ചെയർമാൻ, അദ്ദേഹത്തിന് അബ്ദുൽ നാസർ KV. ഈ KV എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ KVയിൽ നിന്ന് തന്നെ നമുക്ക് ആരംഭിക്കാം. അബ്ദുൽ നാസർ മദിനയല്ല, അബ്ദുൽ നാസർ KV. ഞാൻ പറഞ്ഞ പോലെ KV എന്താണ് നമുക്കൊന്ന് അറിയാൻ കൊള്ളാം. അപ്പൊ ഈ KV എന്ന് പറഞ്ഞ എന്താണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? അത് വീട്ടു പേരാണ്. കോഴിക്കോടൻ വീട്ടിൽ എന്നുള്ളതാണ് KV. കോഴിക്കോടൻ വീട്ടിൽ അബ്ദുൽ നാസറാണ് ഫുൾ നെയിം. ഓക്കെ. കോഴിക്കോടൻ വീട്ടിൽ നമ്മുടെ കുടുംബത്തിൽ നിന്ന് തന്നെ നമുക്ക് ആദ്യം സ്റ്റാർട്ട് ചെയ്യാം. ഇക്കാടെ കുടുംബത്തിൽ എത്ര അംഗങ്ങളാണ്? ഉമ്മ, വാപ്പ, മക്കള്. നിങ്ങൾ എത്ര മക്കളാണ്? ഞങ്ങള് 3 ആണും 1 പെണ്ണാണ്. ഉമ്മ, വാപ്പ. ഉമ്മ ഉണ്ട്, വാപ്പ മരിച്ചു. വാപ്പ തന്നെ PWD മൂസക്കോയ അറിയും, എല്ലാവരും അറിയപ്പെടുന്ന ഒരു വ്യക്തി തന്നെയാണ്. PWD മൂസക്കോയ എന്ന് പറയാം. അഡീഷണൽ അക്കൗണ്ട് ആയിട്ട് വർക്ക് ചെയ്തിരുന്നു. അന്നത്തെ കാലത്തെല്ലാം വളരെ കുറഞ്ഞ ആൾക്കാർ നമ്മളെ നിന്നും PWD ഇതിങ്ങനെ വരുന്നുള്ളൂ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 43 വർഷമായിട്ട് ഈ പ്രവാസ ജീവിതം നടത്തി എന്നുള്ളതാണ് ഞാൻ കേട്ടത്. അപ്പൊ ഈ പ്രവാസ ജീവിതം തുടങ്ങുന്നത് ആദ്യം ഏത് രാജ്യത്തിന്? 18ാമത്തെ വയസ്സിൽ ലിബിയയിലേക്ക് പോയി. ലിബിയയിൽ വരുമ്പോഴത്തേക്ക് ഈ KV പാസ്പോർട്ടിനകത്ത് KV അന്ന് വരുന്നത്. അന്ന് പാസ്പോർട്ട് അങ്ങനെ തന്നെ ഇതായിട്ട് ഈ ആദ്യത്തെ ഈ ലിബിയയിൽ തുടങ്ങിയതിനു ശേഷം പിന്നെ എങ്ങനെയാണ് നമ്മൾ അവസാനം ഈ സൗദിയിലേക്ക് എത്തിയത്? ലിബിയയിൽ തുടങ്ങി ഒരു 4 വർഷം കഴിഞ്ഞ ശേഷം നാട്ടിലേക്ക് പോയി. അത് കഴിഞ്ഞിട്ട് ഒരു ഒന്നര കൊല്ലത്തെ ഗ്യാപ്പിന് ശേഷം ജിദ്ദയിൽ വന്നു. ജിദ്ദ ഇസ്ലാമിക് പോർട്ട് അവിടെ വർക്ക് ചെയ്ത് അവിടുന്ന് വന്ന ശേഷമാണ് പിന്നെ റിയാദില് ഈറ്റാച്ചി കമ്പനിയിലേക്ക് വരുന്നത്. അത് 89-ല്. അങ്ങനെ ആ റിയാദിൽ നിന്നും 90-ല് ദമാമിലെത്തി. ദമാമില് 90-ല് ഇവിടെ എത്തിയിട്ട് ഇപ്പം 34 വർഷമായി, 34 വർഷമായി ദമാമില് മാത്രമായി. ഈ മുഹ്സിൻ കോ എന്ന് പറഞ്ഞ പേര് അത് വേറെ പരമ്പരാഗതമായിട്ട് വല്ലതും വന്നതാണോ, അതോ മറ്റേതെങ്കിലും രീതിയിൽ ഇതിലേക്ക് ഇംപ്ലിമെന്റ് ചെയ്തത്? അല്ല, ഞങ്ങള് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഞങ്ങള് മുമ്പ് സൗദിന്റെ പേരിലല്ല നമുക്ക് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പാടുള്ളൂ. ഞങ്ങള് സൗദിന്റെ പേര് അബ്ദുൽ മോഹ്സിൻ എന്നാണ്, അബ്ദുൽ മോഹ്സിൻ അൽമറി. അപ്പൊ മോഹ്സിൻ മൂപ്പര് സജക്ട് ചെയ്ത നൈമാണ് മോഹ്സിൻ കോ. അബ്ദുൽ മോഹ്സിൻ അൽമറി എന്നുള്ളതിന്റെ മോഹ്സിൻ കോ ആ പേര് വന്നതാണ്. അതിപ്പോ അങ്ങനെ 28 വർഷമായിട്ട് കംപ്ലീറ്റ് സൗദി അറേബ്യ മൊത്തം അറിയുന്ന ഒരു പേരായിട്ട് മാറി. അപ്പൊ ഇത് ഈ മോഹ്സിൻ കോ നമുക്ക് ഇവിടെ ദമാമില്, പിന്നെ ബഹ്റൈനില്, അല്ല ബഹ്റൈനില്ല, ദമാമിൽ ഹെഡ്, പിന്നെ ജുബൈലുണ്ട് മോഹ്സിൻ കോ. പിന്നെ കോബാറില് മോഹ്സിൻ കോ എന്നുള്ള പേരല്ല, അത് റയ്യാൻ അൽ ഖൈർ. റയ്യാൻ എന്നാണ് എന്റെ ലാസ്റ്റ് മകന്റെ പേര്. അവന്റെ പേരിൽ ഓപ്പൺ ചെയ്തതാണ് അൽക്കോബാറിൽ. ശരിക്കും ബേസിക്കലി എന്തായിരുന്നു പഠിച്ചതും കാര്യങ്ങളും ഒക്കെ എങ്ങനെയാണ്? പഠിച്ചത് നോർമലി അങ്ങനെ അന്നത്തെ സമയത്ത് അങ്ങനെ ഒന്നും ബേസ് ഒന്നും ഇല്ല. അന്ന് 18ാമത്തെ വയസ്സിൽ അതില് വന്ന് പിന്നെ നമുക്ക് താല്പര്യം ഇങ്ങനത്തെ ടെക്നിക്കൽ ഇതിലേതായിട്ട് നമ്മൾ ആ സമയത്ത് AC ഫീൽഡിലേക്ക് ഇറങ്ങുമ്പോ നമുക്ക് നമ്മുടെ നാട്ടിൽ AC ഒന്നും ഇല്ലല്ലോ അന്നല്ല. അപ്പൊ ഒന്നും അറിയാതെ ആ സമയത്ത് ഈ ഫീൽഡിലേക്ക് അറിയുന്നിട്ട് ഇറങ്ങി നമ്മൾ അതിൽ വിജയം കണ്ടു. ഇവിടെ വന്നിട്ട് നമ്മൾ അലീസല് ഇറ്റാച്ചി കമ്പനിയിൽ ഇതിന്റെ ഡിവിഷന്റെ മാനേജറും സൂപ്പർവൈസറും എല്ലാം ഓൾ ഇൻ ഓൾ ആയി. ഇതെത്ര വർഷമായി? മോഹ്സിൻ കോ 28 വർഷമായി. 28 വർഷമായിട്ട് നമ്മൾ ഇവിടെ ദമാമിലാണ്. പിന്നെയാണ് അതിന്റെ ശാഖകളൊക്കെ ജുബൈലിലും കോബാറിലും. അതും ഒരു 12-13 വർഷമായിട്ട് ശാഖകളുണ്ട്. അവിടെ മക്കളൊക്കെയാണോ? ഇല്ലല്ല, മക്കളെല്ലാവരും നമ്മൾ ഇവിടെ ഓഫീസിൽ ഇവിടെ ചെയ്യുന്നു. അവിടെ സ്റ്റാഫ് ഉണ്ട്. ഈ ഇത്ര കൊല്ലത്തിന്റെ ഇടയിൽ പല ആളുകൾ വന്ന് വർക്ക് ചെയ്ത് പോയി. ഇപ്പൊ തൃശ്ശൂരായാലും വരുന്നവരിലും എല്ലാവരും നല്ല ഇതിൽ തന്നെ വർക്ക് ചെയ്ത് നല്ല ആത്മാർത്ഥമായിട്ട് വർക്ക് ചെയ്തുകൊണ്ട് നമുക്ക് ഇത്ര വളരാൻ കഴിയുന്നത്.
ഇയാൾക്ക് മക്കൾ എത്ര പേരാണ്? മൂന്ന് ആൺകുട്ടികൾ. അവരൊക്കെ ഈ പറഞ്ഞ ബിസിനസ്സിലേക്ക് കടന്നുകൂടി. എല്ലാം മൂത്ത ആള് ഇതാ ഉള്ളത് എഞ്ചിനീയർ കഴിഞ്ഞാണ്. മൂപ്പരുടെ ഇതില് നമ്മളെ ജനറൽ മാനേജർ ആയിട്ട് നമ്മളെ കമ്പനിയാണല്ലോ മോസിൻകോ. അപ്പൊ ബ്ലൂ ഫ്ലെയിം ട്രേഡിംഗ് കമ്പനി എന്നുള്ള പേര് കമ്പനിയായിട്ട് രജിസ്റ്റർ ചെയ്തു. അപ്പൊ അതിന്റെ ജനറൽ മാനേജർ ആയിട്ട് മൂത്ത മകന് റിഫാൻ എന്ന് പറയും. രണ്ടാമത്തെ ആള് റാഹിബ് അബ്ദുൽ നാസർ, അവനും എഞ്ചിനീയർ തന്നെയാണ്. അവർ നമ്മളിതിൽ ചെയർമാനായിട്ട് ഇതായിരിക്കണം. മൂന്നാമത്തെ ആള് ഇപ്പൊ UK പഠിക്കുകയാണ്. പിന്നെ ഭാര്യയെ കുറിച്ച് ഇതിന്റെയൊക്കെ ബാക്ക് സപ്പോർട്ട് എന്ന് പറയുന്നത് വാമഭാഗമാണോ? ഭാര്യമാരില്ലെങ്കിൽ ഒന്നും പറ്റൂല. കാരണം അവരെ ഫുൾ സപ്പോർട്ടാണ് നമുക്ക് എപ്പോഴും വേണ്ടത്. കാരണം നമ്മളിപ്പോ എത്ര ഹാർഡ് വർക്ക് ചെയ്യുകയാണെങ്കിലും ഇതാണെങ്കിലും നമ്മൾ വീട്ടിൽ വരുമ്പോ അവരെ ഫുൾ സപ്പോർട്ട് ഉണ്ടെങ്കിൽ നടക്കും. അല്ലെങ്കിൽ നമ്മൾ അവിടെയും പ്രശ്നം ഇവിടെയും ടെൻഷനും പ്രശ്നം അതൊന്നുമില്ല. അവരിതായിട്ട് അവർ നമ്മളെ കൂടെ നിൽക്കുമ്പോഴേ വളരുള്ളൂ. കാരണം വെച്ചാൽ കല്യാണം കഴിഞ്ഞ് 1.5 വർഷം കഴിഞ്ഞപ്പോൾ തന്നെ വൈഫിനെ കൊണ്ടുപോകും എന്റെ കൂടെ തന്നെ ഉണ്ട്. ഇക്കയുടെ ജീവിതത്തിലെ ഒരു കഥയുമായിട്ട് സാമ്യപ്പെടുത്താൻ പറ്റിയ ഏതെങ്കിലും സിനിമയൊക്കെ കാണാൻ? കാരണം എല്ലാവരും ചെറുപ്പം മുതല് ഇങ്ങനെ ഓരോന്നും സ്റ്റെപ്പായിട്ട് കയറി വന്നാൽ നമ്മളൊന്ന് പ്രത്യേകിച്ചിട്ട് ഇപ്പം ബിസിനസ് ഇവിടെ തന്നെ അതായത് അൽഹംദുലില്ലാ നമ്മളൊന്നും അവിടെ നാട്ടിൽ നിന്നൊന്നും ഇതാക്കി കൊണ്ടുവന്നിട്ട് തുടങ്ങിയൊന്നുമല്ല. ഇവിടെ നമ്മൾ മെല്ലെ സ്റ്റാർട്ട് ചെയ്തിട്ടാണ് ഇപ്പോൾ ഇതായത്. എല്ലാവർക്കും നമ്മൾ നാട്ടിൽ നിന്നും മൊത്തത്തിൽ അല്ലെങ്കിൽ ബിസിനസ് ഫാമിലിയിൽ നിന്നും വന്ന് ചെയ്തതൊന്നുമില്ല. അല്ല നമ്മള് ഓരോ 1 by 1 ആയിട്ട് കയറി വരുന്നതിന്റെ ആ ഒരു സ്ട്രഗിളിങ്, ഒരു എഫേർട്ട് നമ്മുടെ ജീവിതകാലം മൊത്തം അത് സ്റ്റേബിളായിട്ട് നിൽക്കാൻ ഞാൻ ഇന്നലെ കൂടി ഇവരോട് വൈഫിനോട് പറഞ്ഞിട്ടുണ്ട് നമുക്ക് ഇങ്ങനെ തന്നെ കിട്ടിയത് അൽഹംദുലില്ലാ കുറച്ചൊന്നും ഷിഫ്റ്റ് ചെയ്യണം. കാരണം ഓരോരുത്തർക്ക് ബിസിനസ് ഭൂമി താന്നിട്ടും ഇപ്പൊ ഇന്നലെ ഒരു എക്സാമ്പിൾ കാണിച്ചപ്പോൾ ഒരു ഗ്രീൻ ഷോപ്പീസ് ഉണ്ട്, ഭയങ്കര ബിസിനസ്. ഇന്നലെ അതിൽ കൂട്ടി കിടക്കുന്ന അടഞ്ഞു കിടക്കാണ്. നമ്മളിത് കണ്ടോ ഇന്നലെയും കൂടി ഞാൻ വൈഫിന് കാണിച്ചു കൊടുത്തു. നോക്കിയാൽ നമ്മളെല്ലാം എന്നാലും എത്രയോ നമ്മൾ വളർന്നിട്ടേ ഉള്ളൂ, ഇത്ര കൊല്ലായിട്ട്. നമ്മുടെ ഏതൊരു ബിസിനസിന്റെയും സ്ട്രെങ്ത് എന്ന് പറയുന്നത് നമ്മുടെ സ്റ്റാഫിനെ കുറിച്ചൊന്ന് 2 കാര്യങ്ങൾ പറയുന്നത്. നമ്മൾ എത്രത്തോളം സപ്പോർട്ടീവാണ്, അല്ലെങ്കിൽ അവർ എത്രത്തോളം ഹാർഡ് വർക്കിംഗ് ആണ്. ചില ഈ പല കല്യാണ വീട്ടിൽ ചില വന്നിട്ട് അതുകൊണ്ടെടുത്ത് വെച്ചേ ഇതുകൊണ്ടെടുത്ത് വെച്ചേ എന്നൊക്കെ പറഞ്ഞിട്ട് ഡയറക്ഷൻ മാത്രം എന്റെ സ്റ്റാഫ് ഞാൻ സ്റ്റാർട്ട് ചെയ്ത അന്ന് മുതലേ എനിക്കുള്ള ഏറ്റവും വലിയ ഗുണം വെച്ചിട്ട് എല്ലാ സ്റ്റാഫും വളരെ കോപ്പറേറ്റീവ് ആയിട്ടാണ് ഇതൊക്കെ വർക്ക് ചെയ്തിരുന്നത്. ടൈം അവർ നോക്കാറില്ല, സീസൺ ടൈം അവർക്കും അറിയാം. ടൈമിങ് നോക്കിയിട്ട് കാര്യമില്ല. അപ്പൊ നമ്മളിത് രാവിലെ 8 to 1 വർക്കിംഗ് ടൈം, 1 to 4 ലഞ്ച് ബ്രേക്ക് ആണ്, 4 to 9 പിന്നെയുള്ള വർക്കിംഗ് ടൈം. അപ്പൊ ഇതിന്റെ ഉള്ളിൽ 2 മണി ആയാലും ഇവിടുത്തെ കമ്പനികളുടെ ടൈം 2:30 മണി വരെയാണ് ഉച്ചയ്ക്ക്. അപ്പോൾ ഉച്ചയ്ക്ക് 2 മണിക്ക് പോകണം, അല്ലെങ്കിൽ 3 മണിക്ക് ഡെലിവറി ചെയ്യണം എന്ന് പറഞ്ഞാൽ നമ്മളെ സ്റ്റാഫ് 1 മണിക്ക് ഭക്ഷണം കഴിച്ചിട്ട് ആ സാധനം ഡെലിവറി ചെയ്തിട്ട് വരിക. അങ്ങനത്തെ ഒരു ഇത് ഉണ്ടായിരുന്നു. അതുകൊണ്ട് അതാണ് ഇതിന്റെ വിജയം. ഞാനിപ്പോഴും ഇതിൽ ഇതാക്കുന്നത് ആ ഒരു ഇതാണ് എനിക്ക് വിജയന്റെ സ്റ്റാഫാണ്. അതെ, ഒരു സമയം പാഴാക്കാത്ത രീതിയിൽ ടൈം അനുസരിച്ച് അവർ ചെയ്യും, അവര് ചെയ്തിരിക്കും. കാരണം അത് നമ്മൾ പ്രത്യേകിച്ച് ഒന്നും പറയണില്ല. ഞാൻ ചോദിക്കുകയല്ല, ഞങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടില്ല. കാരണം നമ്മൾ ചോദിക്കണമല്ലോ, മറ്റത് നമ്മൾ ആജ്ഞാപിക്കാൻ പാടില്ല. അതാണ് എന്റെ വിജയം, എന്റെ ഈ ബിസിനസിന്റെ വിജയം അതാണ്. സ്റ്റാഫ് സപ്പോർട്ട്. ഇക്കയുടെ മുഖത്ത് ഒരു ചെറിയ പുഞ്ചിരി ഇങ്ങനെ കിടപ്പുണ്ട്. അപ്പം ഇക്കയുടെ മുഖത്ത് റൂഡായിട്ടുള്ള ഒരു അത്തരത്തിലുള്ള ഒരു ഫേസിന്റെ ഇതുവരെ എന്റെ ഇന്റർവ്യൂ ചെയ്തിട്ട് അങ്ങനെയുള്ള ഒരു ഫേസ് പിന്നെ കാണുമ്പോൾ എനിക്ക് തോന്നുന്നത് നമ്മുടെ പ്രിയങ്കരനായ തമിഴ്നാടൻ സൂര്യ കാർത്തികിന്റെ ഒക്കെ അച്ഛൻ്റെ ഒരു ഫേസ് കാണുന്നുണ്ട്. എന്തായാലും ഇക്കയുടെ അബ്ദുൽ നാസർ KV എന്ന് പറഞ്ഞ കോഴിക്കോടൻ വീട്ടിൽ അബ്ദുൽ നാസർ അദ്ദേഹത്തിന്റെ ഓരോരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടുള്ള വളർച്ചയും അദ്ദേഹത്തിന്റെ കുടുംബത്തിലേക്ക് ഇപ്പം ഓരോ സ്റ്റെപ്പിലേക്ക് വെച്ചുകൊണ്ടിരിക്കുന്ന മക്കളും പിന്നെ അതുപോലെ തന്നെ വളരെ ശക്തിയാർജിച്ചിട്ടുള്ള ഒരു കൂട്ടം തൊഴിലാളികളും അതിലൊക്കെ ഉപരി നമുക്ക് എല്ലാ സഹായങ്ങളും ചെയ്തു തരുന്ന ഒരു ലക്ക് ഫാക്ടർ എന്ന് പറയുന്നത് നമ്മുടെ ബോസ് തന്നെയാണ്. ആ ബോസിന്റെ ഭാഗത്തു നിന്നാണ് നമ്മുടെ സ്റ്റാർട്ടിങ് പല കാര്യങ്ങളിലേക്കുള്ള നമുക്ക് ഓരോ പടി ഇങ്ങനെ വെച്ച് കൊണ്ടുപോകാനുള്ളത്. മോസിൻകോ എന്ന് പറഞ്ഞ അദ്ദേഹത്തിന്റെ കീഴിൽ നിന്നും തുടങ്ങി ഇപ്പം അദ്ദേഹം ഏത് രീതിയിലും നിങ്ങൾക്ക് ഓപ്പറേറ്റ് ചെയ്യാം എന്നുള്ള ലെവലിലേക്കുള്ള ഫ്രണ്ട്ഷിപ്പ് ഫാമിലി ഓറിയന്റഡ് ആയിട്ട് അവർ കെട്ടിപ്പടുത്തിയിരിക്കുന്ന ഈ ഒരു സ്ഥാപനത്തിന്റെ നമ്മുടെ പ്രിയങ്കരനായ നാസർക്കായിട്ട് കുറേ നേരം എനിക്ക് ഈ നമ്മുടെ ഐക്കൺസ് ഓഫ് ഇന്ത്യ എന്ന ഈ പ്രോഗ്രാമിന്റെ എപ്പിസോഡിലേക്ക് അദ്ദേഹത്തിനെ ക്ഷണിച്ച് നമ്മൾക്ക് കുറച്ചു നേരം ഞങ്ങൾക്കിവിടെ സൽക്കാരവും കാര്യങ്ങളും പിന്നെ നമുക്ക് വീടും സ്ഥലങ്ങളും എല്ലാം കാണാനുണ്ട്. അദ്ദേഹത്തിന്റെ സ്ഥാപനങ്ങൾ ഇനിയും ഉയർച്ചയിലേക്ക് എത്തട്ടെ.
നല്ല രീതിയിൽ മുന്നോട്ട് കുതിച്ചു വരട്ടെ എന്ന് ഞാൻ ആശംസിച്ചുകൊണ്ട് എല്ലാവിധ ഭാവങ്ങളും നേരുന്നു. താങ്ക് യു സോ മച്ച് ഫോർ ഗിവിംഗ് ദിസ് ഗുഡ് ഓപ്പർച്യൂണിറ്റി. അസ്സലാമു അലൈക്കും.